ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മോഡലിന്റെ പുതിയ കസ്റ്റമൈസേഷൻ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അപ്പൊ കൂടുതൽ ഒന്ന് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് ജെൻ സ്വിഫ്റ്റിന്റെ കസ്റ്റമൈസേഷൻ വർക്കാണ്. ഇത് നമ്മൾ സെൻഡി ടോയ്സിൽ നിന്ന് വാങ്ങിയ മോഡലാണ്. അപ്പോൾ ഈ മോഡൽ പ്ലാസ്റ്റിക് മോഡലാണ്. ഇത് ABS പ്ലാസ്റ്റിക് ആണ്. നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ മോഡൽ. അത്യാവശ്യം നമുക്ക് കുറച്ച് വർക്കൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മോഡൽ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചിട്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷൻസ് നമ്മളിതിൽ വരുത്താനായിട്ട് പോവുകയാണ്. ഇപ്പോൾ സെൻഡി ടോയ്സിൻ്റെ പ്ലാസ്റ്റിക് മോഡലായതുകൊണ്ട് നമുക്ക് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മുടെ ഇന്ത്യൻ വാഹനങ്ങളുടെ സ്കെയിൽ മോഡൽ കിട്ടാൻ വളരെ പാടാണ്. അതിനൊരു സൊല്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ സെൻഡി ടോയ്സ്. ഒരുപാട് മോഡലുകൾ സെൻഡി ടോയ്സ് ഇന്ത്യൻ മോഡലിലെ സ്കെയിൽ മോഡലിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താലും ചെക്ക് ചെയ്താലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ എല്ലാ വെബ്സൈറ്റിലും, ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയിട്ടുള്ള എല്ലാ വെബ്സൈറ്റിലും, ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ഇത് ലഭ്യമാണ്. അപ്പോൾ എല്ലാവരും ചിലർ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ലിങ്കിൻ്റെ ഒന്നും ആവശ്യമില്ല, നേരെ നമുക്ക് സെൻഡി ടോയ്സിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ലിങ്ക് വരുന്നതാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ബോഡി ഇതിൽ നിന്ന് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് എടുക്കണം. ഉരച്ചിലൊന്നും വീഴാൻ പാടില്ല. ഉരച്ചിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഒടിഞ്ഞൊന്നും പോകില്ല കേട്ടോ, പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോകില്ല. കാരണം നല്ല കട്ടിയിൽ സ്ട്രോങ്ങിലൊക്കെയാണ് അവരത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലെ ചെറിയ ആ ലൈറ്റിന് ഒരു ക്രോം ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ചെറിയ പാർട്ടാണ്, അതഴിച്ച് മാറ്റാം. ഇതാണ് ഇതിൻ്റെ പുൾ ബാക്ക് മെക്കാനിസം. ഇതിൻ്റെ ഉള്ളിൽ പുൾ ബാക്ക് മെക്കാനിസം ഉണ്ട്. അപ്പോൾ സെൻഡി ടോയ്സിൻ്റെ മോഡലുകളൊക്കെ ഇതുപോലെ പുൾ ബാക്ക് മെക്കാനിസത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ വീലൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ടയർ റബ്ബറാണ്. സാധാരണ നമ്മൾ ഈ വീലൊക്കെ അഴിച്ച് ഒന്ന് പെയിന്റ് ചെയ്യും, പക്ഷെ ഇപ്പം അത് പെയിന്റ് ചെയ്യുന്നില്ല. കാരണം ആ വീലിൻ്റെ ക്രോം ലുക്ക് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു അലോയ് ലുക്ക് ഉണ്ട് അതിന്. അതുകൊണ്ട് നമ്മൾ അതഴിച്ച് പെയിന്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ബോഡി പെയിന്റ് ചെയ്യണം. ഈ ബോഡി നമ്മളൊരു യെല്ലോ ആൻഡ് ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലാം മാസ്കിംഗ് ടേപ്പ് കൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കണം. ഈ മാസ്കിംഗ് ടേപ്പൊക്കെ ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഇടയ്ക്കേ കൂടെ ചിലപ്പോൾ പെയിന്റ് കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മളൊരു ബ്ലാക്ക് പെയിന്റാണ് അതിൽ അപ്ലൈ ചെയ്യുന്നത്. സ്പ്രേ പെയിന്റാണ് കേട്ടോ നമ്മൾ അടിക്കുന്നത്. കാരണം സ്പ്രേ പെയിന്റ് അടിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ഫിനിഷിംഗ് ഒക്കെ നമ്മുടെ മോഡലിന് കിട്ടുള്ളൂ. ഇനി സ്പ്രേ പെയിന്റ് അടിക്കാൻ പറ്റാത്തവർ നമ്മുടെ നോർമൽ ഇനാമൽ, ടിന്നിൽ വരുന്ന നോർമൽ ഇനാമൽ ഒരു സാമ്പിൾ ടിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് പെയിന്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിത് പെയിന്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിനി വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഈ മാസ്കിൻ ടേപ്പൊക്കെ പൊളിച്ച് മാറ്റാം. ഈ മാസ്കിൻ ടേപ്പൊക്കെ പൊളിച്ച് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഈ മാസ്കിൻ ടേപ്പിൻ്റെ മുകളിലേക്ക് ചിലപ്പോൾ പെയിന്റൊക്കെ കയറിയിരിക്കും. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം പൊളിച്ച് മാറ്റാനായി. നമ്മൾ ഈ മോഡലിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പോയിലറും ഒരു ബമ്പർ ലിപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിൻ്റെ പുറകെ ഇടുന്നതായിരിക്കും. ഇതിന് നമ്മൾ ടോപ്പിൽ കൊടുക്കുന്ന അതേ ബ്ലാക്ക് കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഹാൻഡ് മെയ്ഡായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്ത് ചെയ്ത വർക്കാണ് ഇതെല്ലാം. ഇനി നമ്മുടെ മോഡലിൻ്റെ ഗ്ലാസ്സിന് കൂളിംഗ് ഫിലിം ഒട്ടിക്കണം. ഇത് നമ്മൾ ഒറിജിനൽ വാഹനത്തിൽ ഒട്ടിക്കുന്ന അതേ കൂളിംഗ് ഫിലിം തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഇതിൽ കട്ട് ചെയ്ത് ഒട്ടിച്ച് എയർ കളഞ്ഞൊക്കെ എടുക്കണം. നമുക്കിതിൻ്റെ അരികൊക്കെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒറിജിനൽ വണ്ടിയുടെ ഗ്ലാസ്സായിട്ടൊരു സാമ്യം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ പാർട്ടുകളെല്ലാം റെഡിയായിരിക്കുകയാണ്. നമ്മളെല്ലാം റെഡിയാക്കി ഓരോ പാർട്ടുകളും നമ്മൾ ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇനി നമുക്കിതൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇത് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പാർട്ടിക്കിളൊക്കെ നമ്മൾ ഇൻറ്റീരിയറിലും ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ആ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഗ്രിപ്പൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പ്രേ ബോട്ടിൽ, ഇത് ഒരു ചെറിയ സ്പ്രേ ബോട്ടിൽ നമ്മളുണ്ടാക്കി ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകിടാം. ഇനി നമ്മുടെ ഗ്ലാസ് അതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളുണ്ടാക്കിയ ഓരോ സാധനങ്ങളും നമുക്ക് വെച്ചിട്ട് നമ്മുടെ മോഡൽ റീസെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം.
ഇപ്പോൾ ഗ്ലാസ് ഒക്കെ വന്നപ്പോൾ ആ വണ്ടിയുടെ ലുക്ക് ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പെയിൻറ്റും ആ ഗ്ലാസിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റിയും ഒക്കെ നമുക്ക് ഈ ഒരു മോഡലിൽ തെളിഞ്ഞ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ നമ്മൾ ഇളക്കി മാറ്റിയിട്ടുള്ള ലൈറ്റുകളും അതിലുള്ള ഓരോ പാർട്ടിക്കിൾ നമ്മൾ വെച്ച് സെറ്റ് ചെയ്യാം. നമ്മൾ ഈ പാർട്ടിക്കിളൊക്കെ ഇളക്കി മാറ്റുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചെറിയ ചെറിയ ലോക്കിലാണ് ഈ ഒരു ലൈറ്റും എല്ലാം നമ്മൾ റീസെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ ഒടിഞ്ഞു പോകാതെ നമ്മൾ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തെടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി വർക്കുകൾ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അത് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ അതിൽ സ്യൂട്ടാകാതെ വരുന്ന ഒരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. നമ്മളിതിൻ്റെ ഗ്രില്ല് മുതൽ താഴെ, അതായത് ആ ബോണറ്റ് മുതൽ താഴെ ബമ്പർ വരെയുള്ള ഭാഗങ്ങൾ ബ്ലാക്ക് കളറിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നമ്മൾ വലിയ വർക്കൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. വലിയ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. കാരണം ഗ്ലാസ്സൊക്കെ വന്ന് മറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് റീസെറ്റ് ചെയ്തെടുത്തു. ഇത് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലായിട്ട് ആ ഗ്ലാസിൻ്റെ അവിടുത്തെ പോർഷനിൽ വരുന്ന, സെൻറ്ററിൽ വരുന്ന റിയർ വ്യൂ മിററാണ്. അതും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടെ വന്നപ്പോൾ ഒരു ഒറിജിനാലിറ്റി ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കുത്തിയിരുന്ന് ഇത്ര ചെറുതായിട്ട് ഉണ്ടാക്കാനായിട്ട് കുറച്ച് പാടുപെടേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡോറുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വർക്ക് ചെയ്തെടുത്ത ബോഡി നമ്മുടെ ചേസിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ വണ്ടിയുടെ ഒരു ബേസിക് സ്ട്രക്ചർ റെഡിയായി കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഓൾട്ടറേഷൻ വർക്കുകൾ, അതായത് കുറച്ച് മോഡിഫിക്കേഷൻ വർക്കുകൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മൾ റെഡിയാക്കി എടുത്ത സ്പോയിലർ നമുക്കിതിലേക്ക് സെറ്റ് ചെയ്യാം. ഈ സ്പോയിലറൊക്കെ വന്നപ്പോൾ വണ്ടി ഇപ്പോൾ ഒരു സ്പോർട്ടി ലുക്കിലേക്ക് മാറിയിട്ടുണ്ട്. വണ്ടിയുടെ ആ ഒരു ലുക്ക് പെട്ടെന്ന് മാറിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മുടെ വണ്ടിക്ക് ബമ്പർ ലിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബമ്പർ ലിപ്പും കൂടെ വന്നപ്പോൾ ആ ഒരു വണ്ടിയുടെ എടുപ്പ്, അതായത് ഒരു സ്പോർട്ടി ലുക്ക് എന്ന് പറഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞു സ്പോർട്ടി ലുക്ക്, അപ്പോൾ ആ ഒരു എടുപ്പ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ക്രോസ് ബാർ വെച്ച് കൊടുക്കാം. അപ്പോൾ അതും കൂടെ വന്നപ്പോഴാണ് മൊത്തത്തിൽ നമ്മുടെ വാഹനം നല്ലൊരു ഭംഗിയായിട്ട് കാണാനായിട്ട് ഇപ്പോൾ സാധിക്കും. ഇനി നമ്മളൊരു ചെറിയ സാധനം കൂടെ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ടോയിങ് ഹുക്കാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫൈനലായിട്ട് വിൻഷീൽഡ് വൈപ്പറുകൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചെറിയ 2 വൈപ്പറുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റായിട്ട് ഇട്ടേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.